യുഎസിന് പിന്തുണ നൽകുന്ന ഗൾഫ് രാജ്യങ്ങളെ ശത്രുക്കളായി കണക്കാക്കുമെന്ന മുന്നറിയിപ്പുമായി ഇറാൻ കരസേനാ മേധാവി. രാജ്യങ്ങളുടെ അറിവില്ലാതെ മേഖലയിൽ യുഎസ് ടാങ്കർ വിമാനങ്ങൾ എങ്ങനെ തമ്പടിക്കുന്നുവെന്നും കരസേനാ മേധാവി ചോദിച്ചു. ഗൾഫ് മേഖലയിൽ വർദ്ധിച്ചുവരുന്ന സൈനിക സാന്നിധ്യത്തിന്റെയും അമേരിക്കൻ സഹകരണത്തിന്റെയും പശ്ചാത്തലത്തിലാണ് പ്രസ്താവന എന്നതും ശ്രദ്ധേയം. അമേരിക്കയുമായുള്ള യുദ്ധം രൂക്ഷമായാൽ ഗൾഫിലേക്ക് കൂടുതൽ ആക്രമണമുണ്ടാകുമെന്നും ഇറാൻ സൂചന നൽകി. അതേസമയം കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ ആക്രമണത്തിൽ UAE നിലപാട് ഘടിപ്പിച്ചതോടെ UAE ആക്രമിച്ചത് തങ്ങളല്ലെന്ന വിശദീകരണവുമായി ഇറാൻ രംഗത്തെത്തി. മിസൈൽ ആക്രമണ ശ്രമം ഉണ്ടായതിന് പിന്നാലെ ഇറാനുമായുള്ള വ്യാപാര വാണിജ്യ സാമ്പത്തിക ഇടപാടുകളെല്ലാം UAE നിർത്തിവച്ചിരിക്കുകയാണ്. ചർച്ചകളിൽ തീരുമാനമില്ലാത്ത സ്ഥിതിക്ക് ഇറാനുമേൽ സാമ്പത്തിക സമ്മർദ്ദം കൂട്ടാനും ചർച്ചകൾ നിർത്തിവയ്ക്കാനുമാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശമെന്നാണ് റിപ്പോർട്ടുകൾ. സാമ്പത്തിക താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും മേഖലയിലെ സമാധാനവും സുസ്ഥിരതയും ഉറപ്പുവരുത്തുന്നതിനുമാണ് ഈ നടപടിയെന്ന് UAE വ്യക്തമാക്കി. ഇറാനിൽ നിന്ന് 2 ബാലിസ്റ്റിക് മിസൈലുകൾ തങ്ങൾക്ക് നേരെ വിക്ഷേപിച്ചതായി UAE പ്രതിരോധ മന്ത്രാലയം കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ കർശന നടപടി. സമുദ്ര ഗതാഗതത്തെ ലക്ഷ്യം വെച്ചായിരുന്നു മിസൈൽ വിക്ഷേപണമെന്ന് UAE വിലയിരുത്തുന്നു. ഈ മിസൈലുകൾ കടലിലാണ് പതിച്ചത്. ഇതിൽ ഒരെണ്ണം UAEയുടെ സമുദ്രാതിർത്തിക്കുള്ളിലായിരുന്നു. മിസൈൽ ഭീഷണി നിലനിന്നിരുന്നതിനാൽ UAE ആഭ്യന്തര മന്ത്രാലയം താമസക്കാർക്ക് അടിയന്തര സന്ദേശങ്ങൾ അയച്ചിരുന്നു. എന്നാൽ നിലവിൽ രാജ്യത്തെ സാഹചര്യം സുരക്ഷിതമാണെന്നും ജനങ്ങൾ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങണമെന്നും അധികൃതർ അറിയിച്ചു. പ്രാദേശികവും അന്തർദേശീയവുമായ സമാധാനത്തിന് ഭീഷണിയാകുന്ന തരത്തിലുള്ള വെല്ലുവിളികളെ നേരിടാൻ തങ്ങൾ പൂർണ്ണ സജ്ജരാണെന്ന് UAE പ്രതിരോധ മന്ത്രാലയം ആവർത്തിച്ചു. സാമ്പത്തിക താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും മേഖലയിലെ സമാധാനവും സുസ്ഥിരതയും ഉറപ്പുവരുത്തുന്നതിനുമാണ് ഈ നീക്കമെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിലെ സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ വിഭാഗം അറിയിച്ചു. അതേസമയം UAEയും ഇറാനും തമ്മിലുള്ള നിലവിലെ സാമ്പത്തിക ബന്ധങ്ങളെക്കുറിച്ച് പ്രചരിക്കുന്ന ആരോപണങ്ങൾ അദ്ദേഹം നിഷേധിച്ചു. അതിനിടെ ഗൾഫ് രാജ്യങ്ങളെ മാത്രമല്ല യൂറോപ്പിലെ US സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാനും ഇറാൻ ലക്ഷ്യമിടുന്നതായി റിപ്പോർട്ടുണ്ട്. സൈപ്രസിലെ ബ്രിട്ടീഷ് വ്യോമതാവളവും തെക്കുകിഴക്കൻ യൂറോപ്പിലെ ബൾഗേറിയയിലുള്ള ബെസ്മർ എയർബേസുമാണ് പ്രധാന ലക്ഷ്യങ്ങൾ. ഈ വർഷം മാർച്ചിൽ സൈപ്രസിലെ ബ്രിട്ടീഷ് സൈനിക താവളങ്ങളിൽ ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. എന്നാൽ കഴിഞ്ഞ മാസം ഹോർമൂസ് കടലിടുക്കിൽ ഉപരോധം പുനരാരംഭിച്ചതിനു ശേഷം ഇതുവരെ 65 കപ്പലുകൾ വഴിതിരിച്ചുവിട്ടതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഒരു കപ്പൽ കൂടി US സൈന്യം തടഞ്ഞുവച്ചിട്ടുണ്ട്. ജൂലൈ 14-നാണ് ഇറാനിയൻ തുറമുഖങ്ങളിലേക്കുള്ള കപ്പൽ ഗതാഗതം തടഞ്ഞുകൊണ്ട് US നാവികസേന ഉപരോധം ശക്തമാക്കിയത്. ഇറാനുമായുള്ള നയതന്ത്ര ചർച്ചകൾ നിലച്ച സാഹചര്യത്തിലും തനിക്ക് ആശങ്കയില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ഉപരോധം ശക്തമായി തുടരുന്നതാണ് ഇതിന് കാരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാനുമായുള്ള നിലവിൽ യാതൊരുവിധ ചർച്ചകളും നടക്കുന്നില്ല. അതിനായി തീരുമാനിച്ചിട്ടില്ല. നാവിക ഉപരോധം അതിന്റെ പൂർണ്ണ ശക്തിയിൽ തന്നെ തുടരുകയാണ്. ഹോർമൂസ് കടലിടുക്ക് നിലവിൽ US നിയന്ത്രണത്തിലാണെന്നും ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഉപരോധത്തെ തുടർന്ന് ചൊവ്വാഴ്ച വെറും 10 വാണിജ്യ കപ്പലുകൾക്ക് മാത്രമാണ് കടലിടുക്കിലൂടെ കടന്നുപോകാൻ അനുമതി ലഭിച്ചത്. എന്നാൽ US നേവിയുടെ സഹായത്തോടെ പ്രദേശത്ത് നിന്ന് എണ്ണ സുരക്ഷിതമായി പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും തടസ്സങ്ങളുണ്ടെങ്കിലും വലിയ തോതിൽ എണ്ണ നീക്കം ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്നും ട്രംപ് അവകാശപ്പെട്ടു. ഇറാന്റെ സാമ്പത്തിക മേഖലയെ പൂർണ്ണമായും തകർക്കുകയെന്ന ലക്ഷ്യത്തോടെ അതിശക്തമായ സാമ്പത്തിക നടപടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ്. ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത തരത്തിലുള്ള സാമ്പത്തിക യുദ്ധവും ഒറ്റപ്പെടുത്തലുമായിരിക്കും ഇതെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ഒരു ആണവ കരാറിലെത്താൻ ഇറാന് താൻ നൽകിയ വലിയ അവസരങ്ങൾ അവർ ദൗർഭാഗ്യവശാൽ പാഴാക്കി കളഞ്ഞുവെന്ന് ട്രംപ് കുറ്റപ്പെടുത്തി. ഇറാന്റെ വരുമാന മാർഗങ്ങൾ പൂർണ്ണമായി തടയുകയാണ് അമേരിക്കയുടെ ലക്ഷ്യം. എണ്ണക്കടത്ത്, പണമിടപാടുകൾ, എക്സ്ചേഞ്ച് ഹൌസുകൾ, കപ്പൽ രജിസ്ട്രികൾ, ഫ്രണ്ട് കമ്പനികൾ എന്നിവയെല്ലാം ഉടനടി നിർത്തലാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇറാന് സഹായം നൽകുന്ന മറ്റു രാജ്യങ്ങൾക്കെതിരെയും ട്രംപ് കടുത്ത മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ധനകാര്യ സ്ഥാപനങ്ങൾ, ബിസിനസ്സുകൾ, വിമാനത്താവളങ്ങൾ, സർക്കാർ സംവിധാനങ്ങൾ എന്നിവ വഴി ഇറാൻ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക കൈത്താങ്ങ് നൽകുന്ന രാജ്യങ്ങൾ കടുത്ത സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ട്രംപ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.